ഗർഭകാലഘട്ടത്തിൽ അസിഡിറ്റി വന്നാൽ മരുന്ന് കഴിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഹോമിയോ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നൊരു സംശയം പലരും ഇപ്പോൾ മെസ്സേജ് ആയിട്ട് അയച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതുപോലെ ഗർഭാവസ്ഥയിൽ കണ്ടുവരുന്ന മലബന്ധം, നെഞ്ചിരിച്ചിൽ, പുളിച്ചു തികട്ടലുകൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ചികിത്സ സാധാരണ കൊടുക്കുന്ന പോലെ കൊടുക്കാറുണ്ട്. ഗർഭാവസ്ഥയിൽ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ തന്നെയാണ് അവ. അത് കുഞ്ഞിനെ ദോഷമായിട്ട് ബാധിക്കുമോ, അമ്മയെ ദോഷമായിട്ട് ബാധിക്കുമൊന്നുമില്ല. അത് നമ്മൾ ഗർഭാവസ്ഥയിലുള്ള അമ്മയോട് അവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്തുകൊണ്ടാണ് ഇതുപോലെ വിട്ടുമാറാണ്ട് ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നതെന്ന് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞ് എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ പറയുകയും മരുന്ന് ആവശ്യമാണെങ്കിൽ അത് സേഫ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അത് കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞിനോ അമ്മയ്ക്കോ ദോഷമായിട്ട് അവരുടെ ആരോഗ്യത്തെ ഒന്നും ബാധിക്കുകയില്ല. നമുക്ക് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മലബന്ധമോ അസിഡിറ്റിയോ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ, പ്രത്യേകിച്ച് അത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാലക്രമേണ അതൊരു പൈൽസോ അല്ലെങ്കിൽ മലബന്ധം കാരണം അതൊരു പൈൽസിലേക്കോ അല്ലെങ്കിൽ അത് വീണ്ടും പ്രഗ്നൻസി കഴിഞ്ഞാലും ഈ അസിഡിറ്റി നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചികിത്സ തേടുന്നതിൽ ഒരു തെറ്റുമില്ല. സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഹോമിയോ മരുന്നുകൾ നമുക്ക്